മാപ്പിള സംഗീതത്തിന്റെ തേന്മഴ പെയ്യുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ 13 തരം MP3 CD-കളുമായി മ്യൂസിക് ഷാക്ക്. മാപ്പിളപ്പാട്ടിന്റെ കുലപതി പീർ മുഹമ്മദ് ആലപിച്ച 60 ഗാനങ്ങളുമായി ഫർസാന MP3. കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഗാനങ്ങൾ നമുക്ക് നൽകിയ എരിഞ്ഞോളി മൂസ ആലപിച്ച 60 ഗാനങ്ങളുമായി മിഹ്റാജ് രാവിലെ കാറ്റേ MP3. മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ ചേലുത്ത ശീലുകൾ KG മാർക്കോസിന്റെ ശബ്ദത്തിലൂടെ വീണ്ടും അഷ്കർ 50 ഗാനങ്ങൾ അടങ്ങിയ MP3. ചിരിയുള്ള കോയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി. വിസ്മയ വിജയമായ കുട്ടികളുടെ കോൽക്കളി ഗാനങ്ങളായ ഉടനെ ജുമൈലത്തിന്റെ 1ാം ഭാഗവും 2ാം ഭാഗവും ചേർന്ന ഉടനെ ജുമൈലത്ത് MP3. പുതുമയുള്ളൊരാസ്വാദനത്തിന് നോൺ സ്റ്റോപ്പ് റീമിക്സ് രൂപത്തിൽ പഴയ 101 മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കുന്ന അനർഘ മുത്തുമാല നോൺ സ്റ്റോപ്പ് റീമിക്സ് MP3. മഹത്തായ മാപ്പിളപ്പാട്ടിന്റെ മധുവൂറും ശേഖരങ്ങളുമായി കണ്ണൂർ സീനത്ത് ആലപിച്ച 50 ഗാനങ്ങളുടെ സീനത്ത് MP3. കേൾക്കാൻ കൊതിക്കുന്ന 50 ഗാനങ്ങളുമായി ഒട്ടകങ്ങൾ വരി വരിയായി MP3. ഗ്രാമഫോൺ റെക്കോർഡുകളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗാനങ്ങൾ ഡിജിറ്റൽ ക്വാളിറ്റിയിൽ അവതരിപ്പിക്കുന്ന ഓൾഡ് ഈസ് ഗോൾഡ് MP3. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നോൺ സ്റ്റോപ്പ് ഒപ്പനപ്പാട്ടുകളും കോൽക്കളിപ്പാട്ടുകളും ഇഴചേരുന്ന ഉണ്ട് സഖി ഒരു കുലമുന്തിരി MP3. 65 ഒപ്പനപ്പാട്ടുകളുടെ അപൂർവ ശേഖരവുമായി പുതുമണവാട്ടി MP3. പഴയ സിനിമകളിലെ മാപ്പിളപ്പാട്ടുകളുമായി എന്റെ ഖൽബിലെ MP3. ഒരു MP3 CD-യോടൊപ്പം ഒരു വീഡിയോ CD സൗജന്യമായി നൽകുന്ന മുത്തേ സത്തേ എന്ന അപൂർവ MP3. മുത്തേ സത്തേ ഇന്ന് വിളിക്കും. മാപ്പിളപ്പാട്ടിന്റെ മഹാരഥന്മാർ ആലപിക്കുന്ന സ്വന്തം പീർ മുഹമ്മദിന് സ്നേഹപൂർവം മൂസാക്ക MP3. 13 MP3 CD-കളിലായി 1000-ൽ പരം പരമ്പരാഗത മാപ്പിള ഗാനങ്ങൾ അടങ്ങിയ ഈ സംഗീത ശേഖരം ഇന്ന് തന്നെ കരസ്ഥമാക്കുക. മാപ്പിള സംഗീതത്തിന്റെ ആഴങ്ങൾ തേടുന്ന ഓരോ തലമുറയ്ക്കും 1000 മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന 13 വെറൈറ്റി MP3 CD-കൾ. ഫർസാന, മിഹ്റാജ് രാവിലെ കാറ്റെ, അഷ്കർ, ഉടനെ ജുമൈലത്ത്, അനർഘ മുത്തുമാല, സീനത്ത്, ഒട്ടകങ്ങൾ വരിവരിയായി, ഓൾഡ് ഈസ് ഗോൾഡ്, ഉണ്ട് സഖി ഒരു കുലമുന്തിരി, പുതുമണവാട്ടി, എന്റെ ഖൽബിലെ, മുത്തേ സത്തേ, സ്വന്തം പീർ മുഹമ്മദിനെ സ്നേഹപൂർവ്വം മൂസാക്ക എന്നീ 13 MP3 CD-കൾ ഇപ്പോൾ എല്ലാ ഓഡിയോ ഷോപ്പുകളിലും ലഭ്യമാണ്. എന്താണത്? എന്താണ്? അല്ല, ഞാൻ സാധകം ചെയ്യുമായിരുന്നു. സാധകം ചെയ്യണം? എന്തിന്? ഞാൻ മറ്റേ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണ്ടല്ലോ. ഓ, മറ്റേ സംഗീത റിയാലിറ്റി ഷോ കണ്ടായിരുന്നു? കണ്ടാറില്ലേ? കഴിഞ്ഞ എപ്പിസോഡ് കണ്ട്. ജഡ്ജസ് ഒക്കെ ഇരുത്തി കുറ്റം പറയണത്. സംഗതിയില്ല, ഷഡ്ജോ ഇട്ടിട്ടില്ല, പിച്ച വിട്ട് പാടി, അവിടെ പോയി, ഇവിടെ കൊഴിഞ്ഞു. എന്തോ നാടായത്. ഇതാണ് അവരുടെ കുഴപ്പം. നമ്മൾ എത്ര നന്നായിട്ട് പാടിയാലും അവർ ഈ കുറ്റങ്ങൾ മൊത്തം പറയും. ഇതാണ് ഇതിന്റെ പാട്ടിന്റെ കുഴപ്പം. അല്ല, അവരെ കുറ്റം പറിച്ചിട്ടുണ്ട്. അല്ല, ഈ വെളുപ്പാങ്കാലത്ത് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? അല്ല, ഞാൻ മറ്റേ ടെമ്പോ കിട്ടുന്നില്ല, അതുകൊണ്ടാ. ടെമ്പോ കിട്ടാൻ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? ആ റോഡിൽ ചെന്ന് ടാക്സി സ്റ്റാൻഡിൽ പോയി വിളി. എടോ, അതല്ലെന്ന് സംഗീതത്തിന്റെ ടെമ്പോ കിട്ടുന്നില്ലെന്ന്. ഇതെന്തത്? അല്ല, നമ്മുടെ ശ്രുതിയും പിച്ചും കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പുറത്തെ വീട്ടിലെ ശ്രുതിനെ നന്നായിട്ട് നോക്കിയോ? അവളുടെ അച്ഛൻ വന്ന് പിച്ച് നന്നായിട്ട് തരും. എടോ, തനിക്ക് എന്റെ ടെൻഷൻ മനസ്സിലാവുന്നില്ല. എടോ, നാളെ എലിമിനേഷൻ റൗണ്ട് ഷൂട്ട് ചെയ്യാൻ പോവാണ്. അതിന്റെ ടെൻഷനിലാണ് ഞാൻ. അയ്യോ, ഇനി നീ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിന്റെ റിയാലിറ്റി ഷോയില് ജഡ്ജസ് ഒക്കെ കൂടി ഇപ്പൊ വേറൊരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി പോയേക്കാണ്. അതെന്ത് റിയാലിറ്റി ഷോ? കണ്ടില്ലേ? ഇല്ല. ദേ കണ്ടോ? ഏഷ്യാനെറ്റിൽ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമാണ് നമ്മൾ തമ്മിൽ. ഈ പ്രോഗ്രാമിന്റെ ഒരു കോമഡി ആവിഷ്കാരം തമ്മിൽ തല്ല്. ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീകണ്ഠൻ നായരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തല്ലുന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ട, എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഗായകരാൻ. എന്തായാലും ഞാൻ ആദ്യമായി നമ്മുടെ ചിരിക്കുട്ടിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മിസ്റ്റർ MG ശിവകുമാർ.
ശബരിമല മുരുകന് പള്ളിവേലായുധോ പാറി പറക്കുന്ന പൊന്നയിൽ വാഹനോ മാർഗഴി തിങ്കളോ ജ്ഞാനപ്പഴമോ വരിക വരിക വടിയോല ഹര 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 ഹര. മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? എന്തായാലും താങ്കളുടെ ചിരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്. ഓക്കെ, ഇനി വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ഉതുപ്പ് ദീദി. വേദിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Hi New York, I love you. You are looking so fantastic, elastic and plastic chairലാണോ ഇരിക്കുന്നത്? എങ്ങനെയുണ്ട് എൻ്റെ വളകൾ? നൈസ്. സാരി, പൂവ് എങ്ങനെയുണ്ട്? It's flowing so much. Okay, come on everybody. Let's rock the show. Hey, come on. Oh my love. Hi, Sri Mandan Nair. Sri Mandan Nair illa Kandan Nair. Oh, sorry. How are you? You are looking so fantastic, elastic and like an hockey stick. Hockey stick, ഞാനോ? Yeah. ബേബി സ്റ്റിക്ക് കിട്ടോ? പക്ഷേ എന്തിനാണത്? അത് ചുണ്ടത്തിച്ചിരി ഒട്ടിച്ചുറിഞ്ഞ് കുറച്ച് സമാധാനം കിട്ടിയായിരുന്നു. അപ്പൊ എന്തായാലും ചിരിക്കുട്ട ദീദി, നിങ്ങൾ രണ്ടുപേരും ഐഡിയ സ്റ്റാർസിംഗ് എന്ന പ്രോഗ്രാമിലൂടെ സൂപ്പർ ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങളിൽ രണ്ടുപേരിൽ ആരാണ് നല്ല ജഡ്ജ് എന്ന്? എല്ലാവരും പറയുന്നത് ഞാനാണ് നല്ല ജഡ്ജസ് എന്നാണ്. No. I am the best one. അല്ലേ? ഞാനല്ലേ ബെസ്റ്റ്? ബെസ്റ്റ് അല്ല, വേസ്റ്റ്. Tell me, ഞാനല്ലേ the best judge? ആണെന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ചിലപ്പോ ചേച്ചി കരഞ്ഞു കളയും. No. ഞാൻ എലിമിനേഷൻ എന്ന് പറഞ്ഞാലേ കരയത്തുള്ളൂ. അല്ലെ, ദീദി പറഞ്ഞു ദീദിയാണ് ബെസ്റ്റ് എന്ന്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ബിക്കോസ് ഞാൻ എല്ലാവരുടെയും സങ്കടം കേൾക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. അതുപോലെ ഞാൻ അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കും, സ്വീറ്റ്സ് കൊടുക്കും, പിന്നെ സാരി കൊടുക്കും, പിന്നെ ഞാൻ എന്റെ ഓർണമെന്റ്സ് എല്ലാം ഞാൻ ഊരി കൊടുക്കും. ഈ ഓർണമെന്റ്സ് സ്വർണ്ണമാണെങ്കിൽ ദീദി ഊരി കൊടുക്കുവോ? എന്റെ പട്ടി കൊടുക്കും. ചിരിക്കുട്ടാ, ദീദി സ്വർണ്ണം ഊരി കൊടുക്കും പറയും. ഞാൻ സ്വർണ്ണം ഒന്നും ഊരി കൊടുക്കത്തില്ല, കാരണം സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ. ഞാനിപ്പോ കൊടുക്കുന്ന വെള്ളിയാണ്. വെള്ളിയോ? താങ്കൾ ഒരു വേദിയിലും വെള്ളി കൊടുത്ത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അത് കാണാൻ പറ്റത്തില്ല, അത് കേൾക്കാനേ പറ്റത്തുള്ളൂ. പാട്ടിനകത്തൂടെ കൊടുക്കുന്ന വെള്ളി ആയതുകൊണ്ട്. അമ്മയ്ക്ക് ഈ പണിയല്ലേ. എന്തായാലും നിങ്ങളുടെ മധ്യത്തിലേക്ക് സത്യം പറഞ്ഞ എനിക്ക് കോഴിക്കോടിലേക്ക് ഫീലിംഗ് കണ്ടില്ലേ? പെരക്കോഴി, പൂവൻകോഴി, രണ്ട് കോഴികളുടെ ഇടയിലാണ് ഞാൻ. അടുക്ക് ശ്രീ മണ്ടൻ നായർ, കണ്ടൻ നായർ. സോറി. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇപ്പൊ മത്സരത്തിന് തയ്യാറായി. കാരണം നല്ല ജഡ്ജാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് പാട്ടിലൂടെ ഒരു മത്സരം വെച്ചാലോ? റെഡിയാണോ? ഓക്കെ, ആദ്യത്തെ പാട്ട് ദീദി പാട്. എന്നൊരു ചോദ്യം ചോദിക്കണം. ഞാനൊരു പാട്ട് പാടാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ എവരിബഡി. എന്റെ കേരളം എത്ര സുന്ദരം, എന്റെ കേരളം. എവരിബഡി. എത്ര സുന്ദരം, ജനിച്ചതങ്ങു ജീവിക്കുന്നു വളർത്തുമകളായി ഞാൻ. ഒരു വളർത്തുമകളായി ഞാൻ, ന്യൂയോർക്കിൽ വളർത്തുമകളായി ഞാൻ. എന്റെ ചോദ്യം ഇതാണ്. ചോദ്യം, ഞാൻ ഈ പാട്ട് എന്റെ കേരളം എത്ര പ്രാവശ്യം പാടിയിട്ടുണ്ട്? അതിലും ഭേദം കടലിലെ തിരയാണാൻ പോകുന്നതാ. നിങ്ങൾ ഇത് മാത്രമല്ലേ പാടത്തുള്ളൂ. ഓ നോ. അപ്പൊ അതിന് വ്യക്തമായ ഉത്തരവില്ലെന്നാണ് ചിരിക്കുട്ടൻ പറയുന്നത്. ഓക്കെ, ചിരിക്കുട്ടൻ ഒരു പാട്ട് പാടി. ഞാനൊരു പാട്ട് പാടാം. ഓക്കെ. मेरी अधूरी पास पास तेरे आ गया मन को रास रास. मेरी अधूरी, मेरी अधूरी, मेरी എന്താണ് ഊരിയത്? Oh no. I don't like this kinds of unnecessary question. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പോകുന്നു. ഓക്കെ, അത് മത്സരമില്ല. ക്യാൻസൽ ചെയ്തിരിക്കാൻ. ദീദി ഒരു നല്ല ചോദ്യം ചോദിക്കും, ഒരു നല്ല പാട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ, നല്ല ചോദ്യമുള്ള പാട്ട്. Come on.
ഡാഡി മമ്മി വീട്ടിലില്ല, കഥ പോട യാരുമില്ല, വിളയാട പോമാ നീ ബില്ലാതാ. ഡാഡി മമ്മി വീട്ടിലില്ല, വിളയാട പോമാ നീ ബില്ലാതാൻ. എന്റെ ചോദ്യം ഇതാണ്, ഡാഡി മമ്മിയും വീട്ടിലില്ലാത്തപ്പോൾ എന്തിനാണ് ബില്ലാദിനെ വിളിച്ചു വരുത്തിയത്? ഡാഡിയും മമ്മിയും വീട്ടിലില്ലാത്തപ്പോൾ എന്തിനാണ് ബില്ലാദിനെ വിളിച്ചു വരുത്തിയത്? ഓപ്ഷൻസ് വേണോ? ഓക്കെ, ഓപ്ഷൻസ് ഒന്നും വേണ്ട. വിളിച്ചപ്പോ വന്നത് ആരാണ്? ബില്ലാദിനെ. ബില്ലാദിനാണെങ്കിൽ തീർച്ചയായിട്ടും വെടിവെക്കാൻ തന്നെ. ഒരു മിനിറ്റ്, രണ്ടുപേരോട് കാര്യം പറയാനുണ്ട്. ഞാൻ ഒരുപാട് നല്ല പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന ആൻസറൊക്കെ ദ്വയാർത്ഥങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം പിൻവലിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ? ഇല്ല, സന്തോഷം. താങ്ക് യു. ഒഴിവായി. Okay, then we rock the show. Come on, everybody. Come to me. Hey, join with me. Come on. Hey, gallery. Hey, hey. Come on. പലവട്ടം കണ്ടതാണ് ഞാൻ കോളേജിൻ മൈതാനത്ത്, പലരെയും തോണ്ടുന്നു നീ ഫ്രോഡല്ലേ. പലവട്ടം കണ്ടതാണ് ഞാൻ കോളേജിൻ മൈതാനത്ത്, പലരെയും തോണ്ടുന്നു നീ ഫ്രോഡല്ലേ. അഴകോടും കൊന്നൈനെ ഒരിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയുമ്പോഴൊരു പുഞ്ചിരി നൽകൂലേ. അഴകോടും പൊന്നൈനെ വിരിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയുമ്പോഴൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കണ്ടതാണ് ഞാൻ കോളേജിൻ മൈതാനത്ത്, പലരെയും തോണ്ടുന്നു നീ ഫ്രോഡല്ലേ. ഫ്രോഡേ. Thank you everybody and have a good day. I love you so much. എന്തിനാണ് വെറുതെ നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്നത്? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ ഏതെങ്കിലും ഒരു നല്ല റോഡുണ്ടോ? നമുക്കൊന്ന് നടക്കാനോ വണ്ടി ഓടിക്കാനോ ഒന്നിനും കൊള്ളില്ലാത്ത റോഡ്. അങ്ങനെ ഇത് പലരോടും നമ്മൾ പരാതിപ്പെട്ട് എന്നിട്ട് ആരും ഒന്നും ശരിയാക്കി തന്നില്ല. അങ്ങനെ ഞങ്ങളിവിടെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് എല്ലാവരെയും പോയി കണ്ട് കുറേ നിവേദനമൊക്കെ നൽകി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തന്ന് അങ്ങനെ നല്ലൊരു റോഡ് കിട്ടി. ഇനി ആ റോഡിലൂടെ മര്യാദക്കൊന്ന് നടക്കാമെന്ന് വെച്ചാൽ ആ റോഡിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. 33 × 33. അവിടെ നിന്ന് 38.5. 63. അതിന്റെ റൗണ്ട് എടുക്കും. റൗണ്ട് എടുത്തല്ലേ സാറേ? തന്നോട് ഓടി റൗണ്ട് എടുക്കാനല്ല പറഞ്ഞത്, അതിന്റെ മെഷർമെന്റ് എടുക്കാൻ. റൗണ്ട് വളയത്തില്ലേ സാറേ? ഇത് വളയത്തില്ലേ? ഇവിടെ വളയണൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇതടി വടി പോലത്തൊക്കെ മേടിച്ചിട്ട് വന്നത്. അല്ല, ഞങ്ങൾ അളക്കുന്നുണ്ട്. ഞങ്ങൾ അളക്കുന്നുണ്ട്. നിങ്ങൾ എന്താ അളക്കുന്നു? അല്ല, ഞങ്ങൾ ഇത് റോഡിന്റെ വീതി നീളമൊക്കെ അളക്കണം. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന സാധനം താനെ അളക്കും. ആര് ബുക്ക് ചെയ്തു? ഞങ്ങൾ ബുക്ക് ചെയ്ത സംഭവം. ഇവനാര്? സാറ് വരിക്കണം സാറ്, ഞാനല്ലേ ഉള്ളേ. എന്നിട്ട് ഇടപെടാന്നാ വിളിക്കുന്നത്. അല്ല, യവനാരെ ഭ്രാന്തനാണ്. മാറിക്ക് പോവോ. വലിയ ശല്യമല്ല. അല്ല സാർ, എനിക്ക് മനസ്സിലാക്കാണ്ടിട്ട് വെക്കണം. ഇയാൾ മെക്കിട്ട് കയറാൻ വേണ്ടി വന്നാണ്. എന്ത് മെക്കിട്ട് കയറാൻ? ഇവിടെ ഞങ്ങൾ അളക്കണ ഇയാൾ അളക്കണത്. എടോ, എനിക്കെന്ന് പറഞ്ഞാൽ അളക്കണ്ടേ? ഈ റോഡെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇത് ജനിച്ച അന്ന് മുതൽ, അതായത് നിർമ്മിച്ചു തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നീ റോഡിലാണ് ജനിച്ചു വീണത്. ഞങ്ങളൊന്ന് അളക്കട്ടെ, നീ പോടെ ഇറക്കാന്ന്. ഞങ്ങൾ അളക്കെടുത്ത് കയറി നീ ഇളക്കാൻ നിൽക്കരുത്. ധൈര്യം വാടാ, ധൈര്യം വാടാ, നീ ധൈര്യം വാടാ.